അപ്പോൾ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ടൈം ഏകദേശം ഞാൻ പറഞ്ഞതാണ് 3 മണി 4 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്താ സ്കൂളില്ലെന്ന്. ഇതിപ്പോൾ 3 ദിവസമായി അടുപ്പിച്ച് സ്കൂളുണ്ടായിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ +1 അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്കൂളിൽ നടന്നു. ചില സ്കൂളിൽ മാത്രം ലീവ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ചില സ്കൂളിൽ എൻ്റെ ചങ്ങായിൻ്റെ സ്കൂളിനൊന്നും ലീവില്ല കേട്ടോ. അവിടെ നടക്കുന്നുണ്ട് പൊതുവെ, പക്ഷേ അവിടെ ഒന്നും ലീവ് കണ്ടിട്ടില്ല. ചില സ്കൂളിലാണ് ഈ ഭാഗത്ത് ചില സ്കൂളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ലീവൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് 33 ദിവസമായിട്ട് ലീവായിരുന്നു. 3 ദിവസം എത്ര പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ നാളെ മുതൽ സ്കൂളുണ്ട് കേട്ടോ. അതല്ല, വേറൊരു കാര്യം കൂടി ഗൈസ്, ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പിറന്നാൾ കേട്ടോ. 18 വയസ്സിലേക്ക്, അതായത് ഞാൻ കുറച്ചും കൂടി മെച്ചുവറായിട്ടുള്ള, എന്താ പറയുക, വയസ്സ് പോയത് അറിഞ്ഞില്ലാന്ന് തന്നെ പറയാം. പക്ഷേ ഈ 17 വയസ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പായിരുന്നു. അത് ഓർക്കാതിരിക്കാൻ തന്നെ നല്ല അതിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ വന്നതൊന്നുമല്ല. ഞാൻ മറ്റേ Q&Aൻ്റെ പോസ്റ്റ് ഇട്ടത് 4 ആൾക്കാരാണ് അടുപ്പിച്ച് അതിലേക്ക് കമൻറ്റ് വിട്ടത്. ഞാൻ കണ്ടു കമൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ 4 ആൾക്കാരാണ്. അതൊന്ന് പോരാ, നമുക്ക് ഇനിയും വേണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന എത്ര ആൾക്കാരൊന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോൾ ഇട്ടപ്പോൾ വേണം എന്ന് പറഞ്ഞൊരു 85 പേരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നു. അതും എനിക്ക് ആദ്യമായിട്ട് സ്റ്റോറിയിൽ 125-ൻ്റെ മുകളിലേക്ക് സ്റ്റോറിയിൽ വ്യൂസ് കിട്ടിയതാണ്. അപ്പോൾ അതിൽ 85 ആൾക്കാരും വേണം എന്ന് എന്നിട്ട് ആ ആൾക്കാരെ പോലും യൂട്യൂബിൽ കാണുന്നില്ല. എന്താ യൂട്യൂബ് ചാനലിൽ ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾക്ക്. ഇതേമാതിരി ഒരു ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ സ്റ്റോറി ഇട്ടിരുന്നത് ഒരു ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലാട്ടോ അയച്ച്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ബ്രോൻ്റെ ചാനൽ ഒക്കെ എൻ്റെ കയ്യിലില്ല. എൻ്റെ റീൽസ് ആണല്ലോ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാളെ അയച്ചു കൊടുത്തിട്ട്, അതായത് ഗൈസ് നമ്മളതിപ്പോൾ ഒരു വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മൾ ചാനൽ കാണിക്കും. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ നിന്ന് എൻ്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം, അതായത് ഏതെങ്കിലും സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം, അതായത് വിഡ്മേറ്റ് വീഡിയോ ഡൗൺലോഡർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുറേ കിട്ടും. അങ്ങനെ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാതെ ചാനലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഷെയർ ലിങ്ക് വഴിയോ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ അവർക്ക് ചാനൽ കിട്ടും. അപ്പോൾ ഞാൻ എന്നിട്ട് ആ ബ്രോക്ക് എൻ്റെ ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ വഴി അയച്ചു കൊടുക്കുക ചെയ്തിരുന്നു. ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു. ആർക്കെങ്കിലും കിട്ടാത്തവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ ലിങ്കും കൊടുത്താൽ ലിങ്ക് അമർത്തിയിട്ട് ഡയറക്റ്റായിട്ട് ചാനലിലേക്ക് കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലുള്ളവർ പോലും ഇതിലേക്ക് വന്നിട്ടില്ല എന്നാണ്. ലൈക്ക് കുറച്ചെങ്കിലും ഉണ്ടെങ്കിലും ബട്ട് കമൻസ് വന്നിട്ടില്ല. കമൻസ് ആകെ 4 എണ്ണമാണ് ഇതുവരെ വന്നത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ബട്ട് കമൻസ് കുറവാണ്. കമൻസ് കുറച്ചും കൂടി കൂടി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുള്ളൂ. ഞാൻ സ്റ്റോറിയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ഒരു 3-4 കമൻറ്റിന് വേണ്ടി വീഡിയോ ആക്കണ്ടല്ലോ. കമൻസ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആക്കിയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് ഇതിൽ തന്നെ മെസ്സേജ് ഇട്ട ആൾക്കാർ ഉണ്ട്. അതാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കയറിയത്. അപ്പോൾ ഇവിടെ ഇട്ടാട്ടോ, വേറെ ഒന്നുമല്ല, ലേറ്റ് ഇട്ടില്ല, പ്രശ്നം. ഞാൻ ബാക്കി പറയാം. അപ്പോൾ കമൻസ് കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതേ കുറച്ച് ട്രാവൽ ബ്ലോഗ് കണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിഷയം മാറ്റില്ല, പുറത്തുനിന്ന് എടുക്കുക കേസ്. കാരണം ആൾ പോയിട്ടുണ്ട്, ആൾ പോയി നമുക്കറിയാം. അപ്പോൾ ഞാൻ കാര്യം പറയാം, കുറച്ച് അതേ കമൻ്റാണ് അതിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ആയി തന്നെ ആൻസേഴ്സ് കൊടുത്തിട്ട് ഇതാക്കുന്നതാണ് കേട്ടോ. കുറച്ചും കൂടി കമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഇട്ട് ചെയ്യാനൊരു ഇതുള്ളൂ. അപ്പോൾ നിങ്ങൾ പരമാവധി കമൻറ്റ് ചെയ്യും. ഉള്ള അക്കൗണ്ടിൽ നിന്നൊക്കെ കണ്ട് കമൻറ്റ് ചെയ്തോളൂ. ഇപ്പം തന്നെ 4 ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. ഞാൻ കണ്ട് പലതരം ക്വസ്റ്റ്യനൊക്കെ എന്താ ഗൈസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അതിനുള്ള ഉത്തരമൊക്കെ ഫുൾ വീഡിയോ ആക്കി ചെയ്യണം എന്നുണ്ട്. എത്രത്തോളം കമൻറ്റ് വരുമെന്ന് അറിയില്ല. കമൻറ്റ് വരുന്നതിനനുസരിച്ച് ഫുൾ വീഡിയോ ആക്കി വിടണം കേട്ടോ. അപ്പോൾ അശ്വിനോടെന്ന് വെച്ചാൽ അശ്വിനില്ല, സ്കൂളിൽ പോയി. അവനൊക്കെ സ്കൂളുണ്ട്. അപ്പം ഇനിയിപ്പോൾ നാളെ 15 ഇല്ല ഗൈസ്, നാളെ 17 ഇന്നാണ് 16. അപ്പോൾ നാളെ 17 ഗൈസ്. നാളെയും കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ 18 വയസ്സായി. അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പരമാവധി കമൻറ്റ് ഞാൻ എപ്പോഴും പറയുന്നത് ആ പോസ്റ്റിനും പോയി കമൻറ്റ് ചെയ്തോളി. ഇനി ചാനൽ കിട്ടാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ സ്റ്റോറി ഒരു വട്ടം കിട്ടിയിരുന്നു. ഇനിയും ചാനൽ കിട്ടാത്തവരുണ്ടെന്ന് അടിച്ചാൽ കിട്ടും. പണ്ട് നമ്മളെ ചാനലിൽ നിന്ന് പറഞ്ഞാൽ അടിച്ചാൽ തീരെ കിട്ടാത്തൊരു ചാനലായിരുന്നു. വേറെ ഒന്നുമല്ല, യൂട്യൂബിലധികം അങ്ങോട്ട് ക്ലിക്ക് ആകാത്തതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ കിട്ടൂലെന്ന്.
എന്നിട്ട് പലരും അടിക്കുക അഭിനവശിയാണ്. ഓ എവിടെ തപ്പിയാലും കിട്ടില്ല ചാനലില്ല. അന്നത്ര 120 തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ്. അന്ന് ഇതേമാതിരി അടിച്ച് എവിടെ അടിച്ചാലും കിട്ടില്ല. അപ്പം നിങ്ങൾ അഭിനവശിയിൽ നിന്ന് എങ്ങനെ വലിയ സ്ഥലത്തിൽ ചെറിയ സ്ഥലത്തിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പോയി കമൻറ്റ് ചെയ്തോളൂ. ഇനി ഡിലേ ആക്കണ്ട. നല്ല നല്ല കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഒന്ന് കമൻസൊക്കെ നല്ല നല്ല ഞാൻ കണ്ട് ഞാൻ ഫുൾ വീഡിയോ വിടാം കേട്ടോ, കുഴപ്പമില്ല. നോക്കട്ടെ, ഞാൻ ഫുൾ വീഡിയോ കുറച്ചും കൂടി ഒരു 5ൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട് കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വീഡിയോ ആയി ഉണ്ടതിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ ചെറിയൊരു ക്ലിപ്പാക്കിയിട്ട് വിടണ്ടല്ലോ ഫുൾ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞത്. നോക്കാം, നമുക്ക് എന്തായാലും സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ ട്ടോ.